ഹരിവരാസനത്തിന് ശേഷവും കർമ്മനിരതരായൊരു സംഘമുണ്ട് പാണ്ടിത്താവളത്ത്. ശബരിമലയിലേക്കുള്ള പുല്ലുമേട് കാനനപാതയുടെ സുരക്ഷ വഹിക്കുന്ന പോലീസും വനംവകുപ്പും ഫയർഫോഴ്സും ചേരുന്നതാണ് ഈ സംഘം. പരിക്ക് പറ്റിയും അവശരായും വഴിയിൽ കുടുങ്ങുന്ന തീർത്ഥാടകരെ കിലോമീറ്ററുകൾ ചുമന്നാണ് ഇവർ സന്നിധാനത്തെത്തിക്കുന്നത്. പാണ്ടിത്താവളത്തെ സ്ഥിരം കാഴ്ചയാണ് രാത്രി വൈകിയുള്ള ഈ പാച്ചിൽ. കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകർ കുടുങ്ങിയാൽ രക്ഷിച്ച് സന്നിധാനത്തെത്തിക്കാനാണ് ജീവന്റെ വിലയുള്ള ഈ ഓട്ടം. പലപ്പോഴും കിലോമീറ്ററുകൾ താണ്ടിയാണ് വീണുപോകുന്ന തീർത്ഥാടകരെ തോളിലേറ്റി ഇവർ എത്തുന്നത്. അത്യധികം അപകടാവസ്ഥയായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയാണ്. അപ്പോൾ അതിൽ അകപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ ആശ്വാസകരമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആശ്വാസം നൽകിക്കൊണ്ട് നമ്മളവരെ സന്നിധാനം ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. അത് സ്ട്രെച്ചർ മുഖാന്തരമായാലും അതുപോലെ തന്നെ നമ്മുടെ ആശ്വാസം നൽകി നമ്മൾ എത്തിക്കുന്നുണ്ട് അവർ. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പെരിയാർ കടുവാ സങ്കേതത്തിലെ കാനനപാതയിലൂടെയാണ് ഭക്തർ എത്തുന്നത്. മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ അതീവ സുരക്ഷ ഒരുക്കിയാണ് വനംവകുപ്പ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. നമ്മളെ പ്രധാനപ്പെട്ടുള്ള ഇവിടുത്തെ, അതായത് പാണ്ടിത്താവളം മുതൽ ഞങ്ങൾ കഴുതക്കുഴിയുള്ള പോയിൻ്റാണ് ഞങ്ങൾ നോക്കുന്നത്. അവിടെ മെയിനായിട്ട് നമുക്കൊരു 3 പോയിൻ്റ് ഉണ്ട്. കഴുതക്കുഴിയിൽ നിന്ന് അവസാനത്തെ സമയം ഒരു എത്ര സമയമാണെങ്കിലും, അത് 10 മണിയായാലും 11 മണിയായാലും എത്ര മണിയാണെങ്കിലും അവസാനത്തെ സമയമായിട്ട് ആ 3 പോയിന്റിലേക്ക് സ്വാമിമാരുമായിട്ട് നമുക്കിവിടെ എത്തിച്ചേരുക. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സന്നദ്ധ സേവനത്തിനുള്ള ആൾക്കാരുടെ സഹായങ്ങൾ നേടുക എന്നുള്ളതാണ്. പൂർണ്ണ ആരോഗ്യമില്ലാത്ത തീർത്ഥാടകർ കാനനപാത തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഇവരെ വലയ്ക്കാറുണ്ട്. പലരും പാതി വഴിയിൽ ക്ഷീണിതരായി സഹായം തേടുമ്പോൾ സ്ട്രെച്ചറിൽ ഇവരെ എത്തിക്കാൻ കിലോമീറ്ററുകളാണ് ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത്. യാതൊരുവിധ പരാതിയുമില്ലാതെ ഇവരിത് ചെയ്യുമ്പോഴും അപകടങ്ങൾ കുറയ്ക്കാൻ പൂർണ്ണ ആരോഗ്യമുള്ളവരെ മാത്രം കാനനപാതയിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ട നടപടികൾ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് മലയാളം, സന്നിധാനം.